സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ശ്യാം വിക്രം നായകനായിട്ടെത്തുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ടീസർ ഇന്നലെ 6 മണിക്ക് റിലീസ് ചെയ്തിരുന്നു. സത്യത്തിൽ നമ്മൾ ആ സമയത്ത് നമുക്ക് ആ വീഡിയോ ചെയ്യാനായിട്ട് പറ്റില്ല. ശ്യാം വിക്രത്തിന്റെ ഇതിനു മുമ്പ് വന്നിട്ടുള്ള സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ പൊളിഞ്ഞ് പാളീസായി പോയ സിനിമകളാണ്. അപ്പൊ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു സിനിമയിലൂടെ. വീരധീര സൂരൻ എന്നാണ് സിനിമയുടെ പേര്. ഇതിന്റെ ഒരു ടീസർ 1 മിനിറ്റ് 49 സെക്കൻഡ് ടീസർ പുറത്തിറങ്ങിയിരിക്കുന്നത്. എസ് യു അരുൺകുമാർ ആണ് സംവിധായകൻ, റൈറ്ററും ഇദ്ദേഹം തന്നെയാണ്. സിനിമയിൽ അഭിനയിക്കുന്നത് നമ്മുടെ ചിയാൻ വിക്രത്തെ കൂടാതെ SJ സൂര്യ, സുരാജ് വെഞ്ഞാറമ്മൂട് ആദ്യമായിട്ട് തമിഴിൽ അഭിനയിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടെ ഈ ഒരു സിനിമയ്ക്കുണ്ട്. അതുപോലെ തന്നെ ദുഷ്യന്ത വിജയൻ, സിദ്ദീഖ്, ജമിനി മണി, അങ്ങനെ വലിയൊരു താരനിര എത്തുന്ന ഒരു സിനിമയാണ്. ഒറ്റ രാത്രി നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഈ കഥ കാണിക്കുന്നത്. സൂര്യ സിനിമയിൽ പോലീസുകാരന്റെ വേഷത്തിലാണ്. നാട്ടിൻപുറത്തുകാരന്റെ ഒരു റോളിലാണ് നമ്മുടെ വിക്രം എത്തുന്നത്. ഗെറ്റപ്പ് ഒക്കെ നല്ല കിഡിലനായിട്ടുണ്ട്. വിക്രത്തിന്റെ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളായിരിക്കും ഒരു പക്ഷേ ചിലപ്പോൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കാരണം വലിയ മാസ് രീതിയിലൊക്കെ സിനിമ വന്നിട്ട് ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. പിന്നെ നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ ഇതിനകത്തുള്ള പ്രകടനം എന്താണ്, സുരാജ് വെഞ്ഞാറമ്മൂട് ആരാണ്, വില്ലനാണോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടീസർ ഒന്ന് കാണാം. 1 മിനിറ്റ് 47 സെക്കൻഡുമാണ് ടീസറിന്റെ ഒരു ദൈർഘ്യം. നമുക്ക് എന്തായാലും ടീസർ ഒന്ന് കണ്ടുനോക്കാം. இந்த கேஸ் மற்ற கேஸ் மாதிரி கிடையாது. இன்னைக்கு மிஸ் ஆச்சுன்னா லைஃப் டைம் மிஸ் தான். திருவிழா ஒரு 1/2 hour சீல் பண்ணுங்க. இங்கிருந்து ₹1 வெளியே போகக்கூடாது. ஐ வாண்ட் இன் பேட். முடிச்சிடறேன்டா இன்னைக்கு. வா முடிச்சிடறேன். வேண்டா, பேசாம போயிரு. அதான் உனக்கு நல்லது. ഫെബ്രുവരി 2025 സിനിമ തിയേറ്ററിലേക്ക് റിലീസിനായിട്ടെത്തുകയാണ്. GB പ്രകാശ് കുമാറിൻ്റെതാണ് സംഗീതം. എടുത്തു പറയേണ്ടത് നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂടാണ് അല്ലേ. വില്ലനാണെന്നാണ് തോന്നുന്നത്. കാരണം ആ ഒരു ലുക്കൊക്കെ ആ ഒരു തമിഴന്മാരുടെ രീതിയിൽ എത്തിച്ചിട്ടുണ്ട്. തമിഴിലേക്കുള്ള ആദ്യത്തെ എൻട്രി ആണ് നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂട്. ഒരു രാത്രി നടക്കുന്ന ഒരു സംഭവമാണ്. ടീസർ കുറഞ്ഞു പോയി എന്നുള്ളൊരു അഭിപ്രായമുണ്ട് കേട്ടോ. കാരണം ടീസർ കിഡിലിനായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ കളർ ഗ്രേഡിങ് കൊള്ളാം. GB പ്രകാശിന്റെ ആണ് മ്യൂസിക്. അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഫൈറ്റ് നല്ലതായിരിക്കും. ഇവർ രണ്ടുപേരുടെയും എടുത്തു പറയേണ്ട ഇവരുടെ രണ്ടുപേരുടെയും ലുക്ക് തന്നെയാണ്. ഒന്ന് സുരാജിന്റെ ലുക്കും മറ്റൊന്ന് വിക്രത്തിന്റെ ലുക്കുമാണ്. രണ്ടുപേരുടെ ലുക്കും ഗംഭീരമായിട്ടുണ്ട്. ജനുവരി 2025 ആദ്യം തന്നെ സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്. വിക്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചുവരവാണ് ഈ സിനിമ എന്ന് എനിക്കിപ്പോ ടീച്ചർ കാണുമ്പോഴത്തേക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നത് നല്ല പടമായിരിക്കാനാണ് സാധ്യത. കാരണം ഡയറക്ടറും അത്യാവശ്യം മോശമല്ലാത്തൊരു ഡയറക്ടർ തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ സിനിമയും നന്നാവും. ഒരു രാത്രി ഒരു ഗ്രാമത്തിൽ നടക്കുന്ന സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ടായിരിക്കും ഇതിന്റെ കഥ മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു നാട്ടിൻപുറത്തുകാരനായിട്ടാണ് വിക്രം ഇതിനകത്ത് എത്തുന്നത്. അവിടുത്തെ ഒരു ഗ്യാങ്സ്റ്റർ ആയിട്ടായിരിക്കും ഒരു പക്ഷേ ചിലപ്പം ഇതിനകത്ത് സുരാജും എത്തുന്നത്. അത് അന്വേഷിക്കാൻ വേണ്ടി വരുന്ന പോലീസുകാരൻ സൂര്യ പോലീസുകാരനാണെങ്കിലും നെഗറ്റീവ് ഷെയ്ഡിലേക്കായിരിക്കും ചിലപ്പോൾ പോകുന്നത്. കാരണം സൂര്യയെ കുറിച്ചിട്ട് നമ്മൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലേ, വച്ചാൽ വേറെ ലെവലാണ്. കാരണം പെർഫോമൻസിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് എന്ന് പറഞ്ഞ കണക്ക് സൂര്യ തകർത്ത് അഭിനയിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സുരാജ് വെഞ്ഞാറമ്മൂട് തമിഴിൽ എന്തായിരിക്കും, തമിഴില് സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ അതിന്റെ ഒരു ആകാംക്ഷയിലാണ് മലയാളി പ്രേക്ഷകർ. മലയാളത്തിൽ നിന്ന് ഒരുപാട് നടന്മാർ ഇപ്പം നമ്മുടെ കലാഭവൻ മണി വരെ തമിഴിൽ പോയിട്ട് നന്നായിട്ട് ശോഭിച്ചിട്ടുള്ള സംഭവമൊക്കെ ഉണ്ട്. അതുപോലെ സുരാജും ശോഭിക്കുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് സിനിമ വന്നതിന് ശേഷമേ പറയാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും സുരാജ് തമിഴിലും ചൂടുറപ്പിക്കട്ടെ. മലയാളികൾക്ക് അഭിമാനമാണല്ലോ നമ്മുടെ നടന്മാർ മറ്റു ഭാഷകളിൽ പോയി അഭിനയിക്കുന്നത്. ഇപ്പൊ ഫഹദ് ഫാസിലിനെ കുറിച്ചിട്ടാണെങ്കിലും ദുൽഖറിനെ കുറിച്ചിട്ടാണെങ്കിലും നമുക്ക് പറയാനായിട്ട് ഒരുപാടുണ്ട്. കാരണം ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഉയർന്ന
നടന്മാർ തന്നെയാണ്. ആ ഒരു ഗണത്തിലേക്ക് നമ്മുടെ സുരാജും വരട്ടെ. സിനിമ നന്നാകട്ടെ. വിക്രത്തിന്റെ ഒരു തിരിച്ചുവരവ് തന്നെ ആയിരിക്കും ഈ ഒരു സിനിമ എന്നാണ് എനിക്ക് ഈ ഒരു ടീസർ കണ്ടപ്പോൾ തോന്നിയത്. അപ്പൊ ഒരു ട്രെയിലറും കൂടെ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ട്രെയിലറിന് ഒരു ഇച്ചിരി കൂടെ ദൈർഘ്യം കൂടുതൽ വേണം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം പെട്ടെന്ന് തീർന്നു പോലെ തോന്നി. എങ്കിലും സിനിമ പൊളിക്കും, സിനിമ പൊളിക്കണം, വിക്രം തിരിച്ചു വരണം എന്ന് തന്നെയാണ് ആഗ്രഹം വിക്രത്തിന്. നിങ്ങൾക്ക് ഈ ഒരു ടീസർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റിൽ അറിയിക്കാം. മറ്റൊരു വീഡിയോ കാണാം. ശുഭപ്രതീക്ഷ, നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച.